ഹലോ ഹായ് നമസ്കാരം. എൻ്റെ പേര് ടോണി തോമസ്. സെക്കൻഡ് സെമസ്റ്റർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ മൊഡ്യൂൾ 1 ആണ് നോക്കുന്നത്. മറ്റ് മൊഡ്യൂളുകളുടെ വീഡിയോ നിങ്ങളുടെ താല്പര്യമനുസരിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പരീക്ഷയെ അപ്രോച്ച് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തൊട്ടും മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവുക, അല്ലെങ്കിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവുക, ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുക, ഇത്തരം കാര്യങ്ങൾ അതിനനുസരിച്ച് പഠനം ക്രമീകരിക്കുവാനും പരീക്ഷയെ വളരെ എളുപ്പത്തിൽ സമീപിക്കുവാനും അവരെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കാണാം, 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കാണാം, അതുപോലെ തന്നെ 15 മാർക്കിൻ്റെ ചോദ്യങ്ങളും കാണാം. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഏപ്രിൽ 2018 ചോദ്യ പേപ്പർ, ഒക്ടോബർ 2018, ഒക്ടോബർ 2019, അതുപോലെ തന്നെ ഏപ്രിൽ 2019 ചോദ്യ പേപ്പറുകൾ 4 എണ്ണം നമ്മളെടുത്തു. അതിൽ നിന്ന് മൊഡ്യൂൾ 1 നിന്ന് ചോദിച്ചിരിക്കുന്ന 2 മാർക്കിൻ്റെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ നമ്മൾ 3 മാർക്കിൻ്റെയും 15 മാർക്കിൻ്റെയും ചോദ്യങ്ങൾ ഇതുപോലെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളിലൂടെയൊന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്, ഏത് ഭാഗത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ ചോദ്യം ഏപ്രിൽ 2018 ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ്. ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസിൻ്റെ ഡിഫറൻസ് നമുക്കറിയാം. ഓരോ ആക്റ്റീവ് കമ്പോണൻസിനും പാസീവ് കമ്പോണൻസിനും എക്സാമ്പിൾസും നമുക്കറിയാം. ഒന്നാമത്തെ മൊഡ്യൂള് പാസീവ് കമ്പോണൻസിനെ പറ്റിയാണ് മെയിനായിട്ട് ആ മൊഡ്യൂളിൽ പറയുന്നത്. പാസീവ് കമ്പോണൻസായ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, പിന്നെ ട്രാൻസ്ഫോമർ, ഓരോ കമ്പോണൻസിനെയും നമ്മൾ വളരെ നന്നായിട്ട് ആ മൊഡ്യൂളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ മൊഡ്യൂൾ പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ആക്റ്റീവ് പാസീവ് കമ്പോണൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. ഈ 4ാമത്തെ ഈ ചോദ്യം എന്ന് ശ്രദ്ധിക്കൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ്? നെയിം അറ്റ്ലീസ്റ്റ് 2 ഇൻ ഈച്ച് കാറ്റഗറി. ഏപ്രിൽ 2019 ചോദിച്ച ചോദ്യവും ഇതുപോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ്. അതായത് എനർജി ഡിസിപ്പേഷൻ്റെ ബേസിൽ, അല്ലെങ്കിൽ പവർ ഡെലിവർ ചെയ്യുന്ന കമ്പോണൻസ് ആണ് ആക്റ്റീവ് കമ്പോണൻസ്. നമുക്കറിയാം അവർ ഒരു സർക്യൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പം ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈയുടെ ആവശ്യം അവർക്ക് വരുന്നില്ല. അല്ലാണ്ട് തന്നെ അവർക്ക് ആ സർക്യൂട്ടിലേക്ക് പവർ അല്ലെങ്കിൽ എനർജീനെ സപ്ലൈ ചെയ്യാൻ കഴിയും. പക്ഷേ പാസീവ് കമ്പോണൻസിന് ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സിൻ്റെ സഹായത്തോടെ മാത്രമേ സർക്യൂട്ടിൽ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല അവർ പവറിനെ കൺസ്യൂം ചെയ്യുകയോ ഡിസിപ്പേറ്റ് ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. റെസിസ്റ്ററും കപ്പാസിറ്ററും ഇൻഡക്ടറും ഒക്കെ പാസീവ് കമ്പോണൻസിന് എക്സാമ്പിൾസ് ആണ്. അപ്പം എന്താണ് ആക്റ്റീവ് കമ്പോണൻസ്, എന്താണ് പാസീവ് കമ്പോണൻസ് എന്ന് നിങ്ങൾ ആ മൊഡ്യൂൾ പഠിക്കുന്ന എല്ലാവരും ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം ഓരോ പാസീവ് കമ്പോണൻസും ആ മൊഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുക. 2ാമത്തെ ചോദ്യം, നെയിം 2 സ്പെസിഫിക്കേഷൻ ഓഫ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതേ ചോദ്യം ഒക്ടോബർ 2019 ചോദിച്ച ചോദ്യം, റൈറ്റ് എനി 2 സ്പെസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റർ. അപ്പം സ്പെസിഫിക്കേഷൻ ഓഫ് പാസീവ് കമ്പോണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻഡക്ടറിൻ്റെ, കപ്പാസിറ്ററിൻ്റെ, റെസിസ്റ്ററിൻ്റെ ഒക്കെ സ്പെസിഫിക്കേഷൻ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. കപ്പാസിറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ്റെ കേസിൽ ആദ്യം തന്നെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമ്മൾ ഫാരഡിലാണ് പറയുന്നത്. സോ ഇറ്റ്സ് വാല്യൂ ഇൻ ഫാരഡ്, അതാണ് അതിൻ്റെ 1ാമത്തെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റെബിലിറ്റി, റിലയബിലിറ്റി, വോൾട്ടേജ് റേറ്റിംഗ്, കറണ്ട് റേറ്റിംഗ്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് മുതലായ കാര്യങ്ങളൊക്കെ ഒരു കമ്പോണൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സോ അതൊക്കെയാണ് ഓരോ കമ്പോണൻ്റ് സ്പെസിഫിക്കേഷൻസായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ. 5ാമത്തെ ചോദ്യം, എ കാർബൺ റെസിസ്റ്റർ ഹാസ് ദ കളർ ബാൻഡ്സ് ഗ്രീൻ, ബ്ലൂ, റെഡ് ആൻഡ് ഗോൾഡ്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് വാല്യൂ? ഓൾസോ റൈറ്റ് ദ കളർ ബാൻഡ് സീക്വൻസ് ഫോർ 390 ± 20% ഓം. ഏപ്രിൽ 2019 ചോദിച്ചിരിക്കുന്ന റെസിസ്റ്ററിൻ്റെ കളർ കോഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. റെസിസ്റ്ററിൻ്റെ കളർ കോഡിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് അത് 2 മാർക്കിനാവാം 3 മാർക്കിനാവാം 15 മാർക്കിന് വരെ ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റർ.
ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗ്രീൻ, ബ്ലൂ, റെഡ് ആൻഡ് ഗോൾഡ്, അതായത് 4 കളർ ബാൻഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം 4 കളർ ബാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെസിസ്റ്ററിനെ കളർ കോഡ് ചെയ്യുന്നത്. ഗോൾഡാണ് 4ാമത്തെ ബാൻഡ്. അതിൻ്റെ അർത്ഥം ടോളറൻസ് എന്ന് പറയുന്നത് ±5% ആയിരിക്കും. ഗ്രീൻ, ബ്ലൂ, റെഡ് എന്ന് പറയുമ്പം ആ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ആ ടേബിളിൽ ഓരോ കളറിൻ്റെയും പൊസിഷൻ നിങ്ങൾക്കറിയാം. അതിൽ റെഡ് എന്ന് പറയുന്നത് 2 ആണ് പൊസിഷൻ. സോ റെഡ് 3ാമത്തെ കളർ ബാൻഡാണ് റെഡ്. അതുകൊണ്ട് തന്നെ 10ൻ്റെ പവർ 2 എന്ന രീതിയിലാണ് നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അങ്ങനെ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതേ ചോദ്യം തന്നെ നേരെ തിരിഞ്ഞ്, അതായത് നിങ്ങൾക്ക് 4 കളർ ബാൻഡ് കണ്ടുപിടിക്കാനാണ് ഈ ചോദ്യം ഇവർ ഇതും കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് 390 ±20% ഓം, ±20% ഓം എന്നുദ്ദേശിക്കുന്നത് പിന്നെ നോ കളർ ബാൻഡിനെയാണ്. സോ 4ാമത്തെ കളർ ബാൻഡ് അവിടെ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ റെസിസ്റ്ററിൻ്റെ കളർ കോഡ് പഠിച്ചിട്ട് പോയിട്ട് ഈ പരീക്ഷയെ സമീപിക്കുവാൻ. അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളെപ്പറ്റി ഒന്ന് സമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പാസീവ് കമ്പോണൻസിൻ്റെയും ആക്റ്റീവ് കമ്പോണൻസ്. പാസീവ് കമ്പോണൻസ് മെയിൻലി എന്താണ് പാസീവ് കമ്പോണൻസ്, ആക്റ്റീവ് കമ്പോണൻസുമായിട്ട് അവർക്ക് എന്താണ് വ്യത്യാസം, ഓരോ കമ്പോണൻ്റ്, അതായത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, പിന്നെ ട്രാൻസ്ഫോമർ, അതിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷൻസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അതുപോലെ തന്നെ കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. 3 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ, 1ാമത്തെ ചോദ്യം ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്പെസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റർ. അതെ, റെസിസ്റ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ 3 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ഏപ്രിൽ 2018 ചോദ്യപേപ്പറാണിത്. അടുത്ത 2 ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കളർ കോഡിംഗ് അസോസിയേറ്റഡ് വിത്ത് ദ റെസിസ്റ്റേഴ്സ് ആൻഡ് ഇലിസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ്. ഏപ്രിൽ 2018 ചോദ്യം. ഒക്ടോബർ 2018 ഇതേ ചോദ്യം വേറൊരു തരത്തിൽ ചോദിച്ചിരിക്കുന്നു. കളർ ബാൻഡ് സീക്വൻസ് ഓഫ് എ റെസിസ്റ്റർ ഈസ് യെല്ലോ, വയലറ്റ് ആൻഡ് റെഡ്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് വാല്യൂ? ഡിഫൈൻ റെസിസ്റ്റൻസ് ആൻഡ് ഡ്രോ ഇറ്റ്സ് സിമ്പിൾസ്. അപ്പോൾ കളർ കോഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കളർ കോഡിംഗ് നിങ്ങൾ നന്നായി പഠിക്കണം. അത് ഏത് തരത്തിൽ വേണമെങ്കിൽ ചോദിക്കാം. ആ ചോദ്യം 15 മാർക്കിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ചോദിക്കാം. 2 മാർക്കിന് ഏതെങ്കിലും ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഒരു കളർ കോഡ് തന്നാൽ അത് ഏത് വാല്യൂ ആണെന്നൊക്കെ പറയാനൊക്കെ ചോദിക്കാം. 3 മാർക്കിന് അതിനെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിക്കാം. അപ്പോൾ കളർ കോഡിങ് നന്നായി പഠിച്ചിട്ട് വേണം പോകാൻ. 4ാമത്തെ ചോദ്യം ഡിസ്ക്രൈബ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാം. വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാം അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കുക, നന്നായി ലേബൽ ചെയ്യുക, പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും കാണിക്കാം. നിങ്ങൾക്ക് സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ ഏത് വേണമെങ്കിലും വരയ്ക്കാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഏപ്രിൽ 2019 ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അടുത്ത ചോദ്യം കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഒരു കപ്പാസിറ്ററിനെ നമുക്ക് സർക്യൂട്ടിൽ സീരീസായി കണക്ട് ചെയ്യാം, പാരലലായി കണക്ട് ചെയ്യാം. അപ്പം സീരീസായി കണക്ട് ചെയ്തിരിക്കുന്ന 3 കപ്പാസിറ്റർ 10F, 20F, 30F ആർ കണക്റ്റഡ് ഇൻ സീരീസ്. കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അപ്പോൾ 3 കപ്പാസിറ്ററിനെ സീരീസായി കണക്ട് ചെയ്താൽ നിങ്ങൾ പെട്ടെന്ന് C1 + C2 + C3 = C എഫക്റ്റീവ് എന്ന് എഴുതി വെച്ചേക്കരുത്. അത് റെസിസ്റ്ററിൻ്റെ കേസിലാണ്. സീരീസായി വരുമ്പോൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. പക്ഷേ കപ്പാസിറ്ററിൻ്റെ കേസിൽ സീരീസായി വരുമ്പോൾ 1/C എഫക്റ്റീവ് = 1/10F + 1/20F + 1/30F എന്ന രീതിയിൽ വേണം നിങ്ങൾ ഈ ക്വസ്റ്റ്യനെ സമീപിക്കാൻ. അപ്പോൾ റെസിസ്റ്ററിൻ്റെ കോമ്പിനേഷനും കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷനും അത് മാറി മാറി ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾ ചോദിക്കും. അപ്പം അത് രണ്ടിൻ്റെയും ആ ഡെറിവേഷൻ ഓഫ് എഫക്റ്റീവ് വാല്യൂ അത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം. ഡെറിവേഷൻ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ്. ഏപ്രിൽ 2019 ഇതിങ്ങനെയാണ് 3 മാർക്കിന് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ഡിസ്ക്രൈബ് ദ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ. കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. കപ്പാസിറ്ററിൻ്റെ ചാർജിങ് എങ്ങനെ, ഡിസ്ചാർജിങ് എങ്ങനെ. 3 മാർക്കിനായി ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയിൻ്റായി ബ്രീഫായിട്ട് എഴുതിയാൽ മതി. കപ്പാസിറ്റർ നോട്ട് ചാർജായ, അതായത് ചാർജ് ഇല്ലാത്തൊരു കപ്പാസിറ്ററിനെ ഒരു വോൾട്ടേജ് സോഴ്സുമായി കണക്ട് ചെയ്യുമ്പോൾ ആ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ എന്താണോ അത്രയും വാല്യൂ വരെ കപ്പാസിറ്ററിനെ അക്രോസ് ആയിട്ട്
വോൾട്ടേജ് ബിൽഡ് ചെയ്ത് കഴിയും. അങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിനിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൽ ചാർജിനെ സ്റ്റോർ ചെയ്യുന്നു. അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, സി ഈസ് ചാർജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ്. സോ ആ പ്രൊപ്പോർഷണൽ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഡിസ്ചാർജിങ്ങിൻ്റെ കേസ് പറയുമ്പോൾ ഇങ്ങനെ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്ററിന് ഒരു കണ്ടക്റ്റിംഗ് പാത്ത് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് അക്രോസ് ആയിട്ടുള്ള ചാർജ് ഡിസ്ചാർജ് ചെയ്തു പോകും. അപ്പം ഒരു ലോഡ് പ്രൊവൈഡ് ചെയ്താൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകും. ഡിസ്ചാർജിങ് സംഭവിക്കും ഇപ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള ചാർജ് അല്ലെങ്കിൽ വോൾട്ടേജ് ഈക്വൽ ടു 0 ആകുമ്പോൾ. എഗെയിൻ നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ അത് ചാർജ് ചെയ്യും. വീണ്ടും അതിനെ ഒരു കണ്ടക്റ്റിംഗ് പാത്ത് ഉപയോഗിച്ച് നമുക്ക് ഡിസ്ചാർജ് ചെയ്യിക്കാം. അപ്പോൾ ഒരു കപ്പാസിറ്ററുമായിട്ട് നമുക്ക് ഏറ്റവും മെയിനായിട്ടൊരു കപ്പാസിറ്ററിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ ഡി സിനെ കടത്തിവിടില്ല, എ സിനെ പാസ് ചെയ്യുന്നു. അതിന് കാരണം ഡി സി സോഴ്സാണ് നമ്മൾ കപ്പാസിറ്ററിനെ അക്രോസായി കണക്ട് ചെയ്യുന്നതെങ്കിൽ ഡി സി സോഴ്സ് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. ചാർജ് ആയി കഴിഞ്ഞാൽ കപ്പാസിറ്റർ പിന്നെ കണ്ടക്ഷനെ പെർമിറ്റ് ചെയ്യുകയില്ല. പക്ഷേ എ സി സോഴ്സ് ആണെങ്കിൽ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒരേപോലെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ത്രൂ ഔട്ട് നമുക്കൊരു കറണ്ട് ഫ്ലോ അതിൽ കാണാം. സോ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ കപ്പാസിറ്റർ പാസ് ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അത് മാർക്കിനനുസരിച്ച് ആവശ്യമുള്ള പോയിൻറ്റുകൾ മാത്രം നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതി. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കഴിഞ്ഞു. 15 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഏപ്രിൽ 2018 ചോദിച്ചിരിക്കുന്ന 15 മാർക്കിൻ്റെ ചോദ്യം ആണ്. 15 മാർക്കിൻ്റെ ചോദ്യങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്കൊരു ചോദ്യത്തിന് അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഓപ്ഷനായിട്ട് വേറൊരു ചോദ്യം തന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം എന്നുള്ളതല്ല, ഏറ്റവും നന്നായി ആൻസർ പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ള ചോദ്യത്തെ നിങ്ങൾ ചൂസ് ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് എ കപ്പാസിറ്റർ ആൻഡ് ഡ്രോ ഇറ്റ്സ് സിമ്പിൾ. കപ്പാസിറ്ററിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിമ്പിൾ വരയ്ക്കുക, എന്താണ് കപ്പാസിറ്റർ എന്നും എഴുതി വെക്കുക. ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ ഗിവൺ ഫിഗർ 1 ആൻഡ് ഫിഗർ 2. 2 സർക്യൂട്ട് തന്നിട്ടുണ്ട്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ കേസിൽ സീരീസ് ആണെങ്കിൽ R1 + R2 + R3 എന്ന രീതിയിലും, പാരലൽ ആണെങ്കിൽ 1/R എഫക്റ്റീവ് ഈക്വൽ ടു 1/R1 + 1/R2 + 1/R3 എന്ന രീതിയിലായിരിക്കും നമ്മൾ പോവുക. ഇതും അതുപോലെ തന്നെ ഫസ്റ്റ് സർക്യൂട്ട് നോക്കുമ്പോൾ സീരീസ് കോമ്പിനേഷനാണ് കാണുന്നത്. രണ്ടാമത്തെ സർക്യൂട്ടിൽ സീരീസ് കോമ്പിനേഷനുണ്ട്, പാരലൽ കോമ്പിനേഷനുണ്ട്. അതായത് ഈ 2ഉം 1ഉം സീരീസാണ്, പക്ഷേ ഇവർ രണ്ടുപേരും 3 ഓം എന്ന് പറയുന്ന റെസിസ്റ്ററിന് പാരലാണ്. സോ ആ ക്വസ്റ്റ്യനെ ആ രീതിയിലായിരിക്കും നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. 3 + 4 7 മാർക്കാണ് ഈ സർക്യൂട്ട് നിങ്ങൾ സോൾവ് ചെയ്ത് തീരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക. 7ഉം 2ഉം 9 മാർക്ക്. 15 മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് ഒരു 6 മാർക്കിൻ്റെ വേറൊരു ചോദ്യം കൂടെ തന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് എ കപ്പാസിറ്റർ വിത്ത് നീറ്റ് ഡയഗ്രാം. ഇവിടെ കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നിങ്ങളൊരു വിത്ത് ഫിഗർ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. 6 മാർക്കായതുകൊണ്ട് അതിനനുസരിച്ച് വളരെ വൃത്തിയായിട്ട് നിങ്ങൾ പോയിൻ്റായി ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ ചോദ്യം ബുദ്ധിമുട്ടായി അനുഭവപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഓർ ക്വസ്റ്റ്യൻ. അത് ചാപ്റ്ററിൻ്റെ അവസാന ഭാഗങ്ങളിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫൈൻ സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസ് എന്താ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ഡെഫിനിഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ്, എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, കാരണം അത് മാറി മാറി ചോദിക്കാം. ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡക്റ്റേഴ്സ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ. ഞാൻ പറഞ്ഞു പാസീവ് കമ്പോണൻസിൻ്റെ ടൈപ്പ്, സ്പെസിഫിക്കേഷൻസ്, ആപ്ലിക്കേഷൻസ് ഇത് നിങ്ങൾ വായിച്ചിട്ട് വേണം പോകാൻ. ഇവിടെ ഇൻഡക്റ്റേഴ്സിൻ്റെ ടൈപ്പ് ആപ്ലിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട്, ടൈപ്സും ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ട്രാൻസ്ഫോമർ ആൻഡ് ഗിവ് ദെയർ ആപ്ലിക്കേഷൻ. ട്രാൻസ്ഫോമറിൻ്റെ ആപ്ലിക്കേഷനും ചോദിച്ചിട്ടുണ്ട്, വർക്കിങ്ങും ചോദിച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഇൻഡക്ഷൻ നന്നായി പഠിച്ചിട്ട് പോയാൽ ആ ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഏപ്രിൽ 2018 ചോദിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ 15 മാർക്കിൻ്റെ ഈ സെക്ഷൻ എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒക്ടോബർ 2018 ചോദ്യപേപ്പറിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഗിവ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിക്സ്ഡ് റെസിസ്റ്റേഴ്സ് ആൻഡ് ലിസ്റ്റ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് വേരിയബിൾ റെസിസ്റ്റർ. ഫിക്സ്ഡ് റെസിസ്റ്റർ, നമ്മൾ റെസിസ്റ്ററിനെ 2 തരത്തിൽ തിരിക്കാം.
വേരിയബിൾ റെസിസ്റ്റർ എന്നും ഫിക്സ്ഡ് റെസിസ്റ്റർ എന്നും. ഫിക്സ്ഡ് റെസിസ്റ്റർ തന്നെ പല ടൈപ്പ് ഉണ്ട്. അത് റെസിസ്റ്റർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മൾ ആ റെസിസ്റ്ററിന് പേര് കൊടുക്കുന്നത്. കാർബൺ കോമ്പൗണ്ട്, വയർ വൗണ്ട്, മെറ്റൽ ഫിലിം മുതലായിട്ടുള്ള ഫിക്സ്ഡ് റെസിസ്റ്ററുകളെല്ലാം നിങ്ങൾ വായിച്ചിട്ട് വേണം പോകാൻ. ചിലപ്പം ഏതെങ്കിലും ഒരു റെസിസ്റ്റർ, ഇപ്പോൾ വയർ വൗണ്ട് റെസിസ്റ്ററിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളോട് ചോദിക്കാം, കാർബൺ കോമ്പൗണ്ട് റെസിസ്റ്റർ എങ്ങനെയാണെന്ന് ചോദിക്കാം. അപ്പം അത് വായിച്ച് പിന്നെ എങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം. വേരിയബിൾ റെസിസ്റ്ററിൻ്റെ ആപ്ലിക്കേഷനും കൂടെ ഇവർ ചോദിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ 8 മാർക്കിനാണ്. വേരിയബിൾ റെസിസ്റ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ, പൊട്ടൻഷ്യോമീറ്റർ, റിയോസ്റ്റാറ്റ്, ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. അടുത്ത ചോദ്യം നോക്കൂ. നേരത്തെ കേസിൽ റെസിസ്റ്ററിൻ്റെ കോമ്പിനേഷൻ ആയിരുന്നു തന്നെങ്കിൽ ഇവിടെ കപ്പാസിറ്റർ കോമ്പിനേഷൻ തന്നിട്ട് എഫക്റ്റീവ് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ കേസ് വളരെ സിമ്പിളാണ്. 3 കപ്പാസിറ്റർ പാരലായി കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ C1 + C2 + C3 ആയിരിക്കും അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ. പക്ഷേ ഈ സർക്യൂട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് അതിന് 4 മാർക്ക് കൊടുത്തേക്കുന്നത്. ഈ സർക്യൂട്ടിൽ ഡെഫിനറ്റ്ലി സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും ഒരുമിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ ശ്രദ്ധിച്ച് സോൾവ് ചെയ്തെടുക്കണം. ഇങ്ങനത്തെ ഈ സർക്യൂട്ട് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോവാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് അത് ഭയങ്കര കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. ഓർ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അൾട്രാ കപ്പാസിറ്റർ ആൻഡ് ഗീവ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഞാൻ പറഞ്ഞു ഓരോ പാസീവ് കമ്പോണന്റ്, അത് കപ്പാസിറ്റർ ആയാലും ഇൻഡക്ടർ ആയാലും ട്രാൻസ്ഫോമർ ആയാലും റെസിസ്റ്റർ ആയാലും അതിൻ്റെ ടൈപ്പ്, അതിലെ ചില കാറ്റഗറി, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവർ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് ചോദിക്കും. ഈ കേസിൽ അൾട്രാ കപ്പാസിറ്റർ ചോദിക്കുന്നുണ്ട്. അൾട്രാ കപ്പാസിറ്റർ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിച്ച് കാണുന്നുണ്ട്. അൾട്രാ കപ്പാസിറ്ററിൻ്റെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ചിപ്പ് കപ്പാസിറ്റർ. അപ്പോൾ അൾട്രാ കപ്പാസിറ്റർ എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നിങ്ങൾ വായിച്ചിട്ട് വേണം പോകാൻ. ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റർ. കപ്പാസിറ്ററും അതുപോലെ തന്നെ ഫിക്സ്ഡ് കപ്പാസിറ്റർ ഉണ്ട്, വേരിയബിൾ കപ്പാസിറ്റർ ഉണ്ട്. ഫിക്സ്ഡ് കപ്പാസിറ്റർ തന്നെ പലതരത്തിലുണ്ട്. മെറ്റൽ ഫിലിം, പേപ്പർ, മൈക്ക, സെറാമിക്, പോളിസ്റ്റീറിൻ, പോളിയെസ്റ്റർ മുതലായിട്ടുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, അങ്ങനെ അൾട്രാ കപ്പാസിറ്റർ, ചിപ്പ് കപ്പാസിറ്റർ, അങ്ങനെ ഒരുപാട് ഫിക്സ്ഡ് ടൈപ്പ് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയുമ്പം കപ്പാസിറ്റർ ഏതെങ്കിലും ഒരു പാരാമീറ്റർ, അതായത് പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ഓർ ഡി, അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ ഏരിയ എ, ഇതൊക്കെ വേരി ചെയ്തുകൊണ്ട് നമുക്ക് കപ്പാസിറ്റൻസ് വാല്യൂ വേരി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് വേരിയബിൾ കപ്പാസിറ്റർ എല്ലാം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. സോ വേരിയബിൾ കപ്പാസിറ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ഏപ്രിൽ 2019 ചോദിച്ചിരിക്കുന്ന ചോദ്യം, എക്സ്പ്ലെയിൻ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എ വയർ ബൗണ്ട് റെസിസ്റ്റർ. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്ററോ കപ്പാസിറ്ററോ നിങ്ങളോട് എടുത്ത് ചോദിക്കാം. നേരത്തെ അൾട്രാ കപ്പാസിറ്റർ ചോദിച്ച പോലെ റെസിസ്റ്ററിൻ്റെ കേസിൽ വയർ ബൗണ്ട് റെസിസ്റ്റർ ഇവിടെ ചോദിച്ചിരിക്കുന്നു. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് വാട്ടേജ് ഓഫ് വയർ ബൗണ്ട് റെസിസ്റ്റർ? അപ്പം എല്ലാ റെസിസ്റ്റർ ആയാലും കപ്പാസിറ്റർ ആയാലും അതിൻ്റെ ഓമിക് റേഞ്ച് ആയാലും അതിൻ്റെ വാട്ടേജ് റേഞ്ച്, അതിൻ്റെ വോൾട്ടേജ് റേഞ്ചൊക്കെ കാണിക്കുന്ന ഒരു ടേബിൾ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ കണ്ടിട്ടുണ്ടാകാം. അതൊന്ന് നോക്കിയിട്ട് വേണം വരാൻ. അടുത്ത ചോദ്യം, എന്യൂമറേറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് സ്പെസിഫിക്കേഷൻസ്. ടൈപ്സ് ഓഫ് കപ്പാസിറ്ററിൽ നിന്ന് തന്നെയാണ് അടുത്ത ചോദ്യം. അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ചോദിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, കപ്പാസിറ്ററിൻ്റെ വാല്യൂ, റിലയബിലിറ്റി, സ്റ്റെബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് സ്പെസിഫിക്കേഷൻസിൽ പെടുക. 6 മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് ലിസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. ഓർ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. എക്സ്പ്ലെയിൻ കളർ കോഡിംഗ് ഓഫ് കാർബൺ റെസിസ്റ്റേഴ്സ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. 10 മാർക്കിനാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കളർ കോഡിംഗ് എങ്ങനെയാണ്. 0, 1, 2, 3 അതിന് ഓരോന്നിന് നമ്മൾ ഓരോ കളർ കൊടുക്കുന്നു. BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ് എന്ന ഒരു കോഡും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ നമ്മൾ കേട്ട് വരുന്നൊരു കോഡാണത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കോഡ് ഉപയോഗിച്ച് നിങ്ങൾ കളർ കോഡിങ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. കാരണം കളർ കോഡിങ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏതെങ്കിലും ഒരു പാർട്ട് ബി, പാർട്ട് എ ഓർ പാർട്ട് സിയിലും എവിടെയെങ്കിലുമൊക്കെ ഈ ചോദ്യം അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം. അടുത്ത ചോദ്യം, ഡിഫൈൻ ഇൻഡക്റ്റൻസ് ആൻഡ് എന്യൂമറേറ്റ് ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഇൻഡക്റ്റേഴ്സ്. ഇൻഡക്റ്റൻസ് എന്താണെന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. എന്യൂമറേറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡക്റ്റേഴ്സ്. ഇൻഡക്റ്റേഴ്സിന് നമ്മൾ RF ചോക്ക്, AF ചോക്ക് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻസ് ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ. ഇൻഡക്റ്റൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു
മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റ് വിത്ത് എ കോയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു ചേഞ്ചിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കോയിൽ ഒരു ഇ എം എഫിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ്, അങ്ങനെ ഒരു പ്രതിഭാസം അവിടെ നടക്കുന്നതുകൊണ്ടാണ് ആ ഇ എം എഫിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ആ ഒരു കോയിലിനെ നമ്മൾ ഇൻഡക്ടർ എന്ന് വിളിക്കുന്നത്. സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പം ഒരു കോയിൽ അതിൽ തന്നെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പം ഒരു കോയിൽ തൊട്ട് അടുത്തുള്ള ഒരു കോയിലിൽ ഇ എം എഫിനെ ഇൻഡ്യൂസ് ചെയ്യിക്കുന്നു. സോ കണക്ട് ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാൻ. ഈ മേഖലയിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം വരും. ഒക്ടോബർ 2019 ചോദ്യ പേപ്പറിൽ ആദ്യത്തെ ചോദ്യം 8 മാർക്കിൻ്റെ ചോദ്യം ശ്രദ്ധിക്കൂ. എക്സ്പ്ലെയിൻ ദ കളർ കോഡിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ് വിത്ത് എക്സാമ്പിൾ ആൻഡ് ഫിഗർ. കളർ കോഡിംഗ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം വിത്ത് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇനി സെൽഫ് ഇൻഡക്ഷൻ ആയാലും ആ ഏരിയയിൽ നിന്ന് എന്തായാലും ഏതെങ്കിലും തരത്തിലൊരു ചോദ്യം വരും. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾ 7 മാർക്കിനാണ് തന്നേക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡയഗ്രാം നിർബന്ധമാണ്, പിന്നെ വർക്കിംഗ് പ്രിൻസിപ്പിളും എഴുതിയിട്ടുണ്ടാകണം. ഓർ ക്വസ്റ്റ്യൻ ഡിഫൈൻ സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, രണ്ടും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് വേണം പോകാൻ. അടുത്ത ചോദ്യം ഡിറൈവ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഇതിൽ സർക്യൂട്ട് തന്നിട്ട് നിങ്ങളോട് എഫക്റ്റീവ് വാല്യൂ കണ്ടുപിടിക്കാനല്ല ചോദിച്ചിരിക്കുന്നത്, പകരം നിങ്ങൾ അങ്ങനെ ഒരു സർക്യൂട്ട് കിട്ടിയാൽ എങ്ങനെ ചെയ്യുമെന്ന് കാണിക്കുന്ന ആ ഒരു ഡെറിവേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ആർ എഫക്റ്റീവ് കാണാനും സി എഫക്റ്റീവ് കാണാനുള്ള ഇക്വേഷൻസ് ഫോർ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, അത് നിങ്ങൾ ഡിറൈവേഷൻ പഠിക്കണം. ഏതെങ്കിലും ഒരു പാരാമീറ്റർ സെയിം ആയിരിക്കും. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ കറണ്ട് that is flowing through all capacitor may be same. Parallel combination ആണെങ്കിൽ voltage across each capacitor should be same. So ആ രീതിയിലാണ് ഡെറിവേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത്. അത് റെസിസ്റ്ററിൻ്റെ കേസിലും കപ്പാസിറ്ററിൻ്റെ കേസിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ റെസിസ്റ്ററിൻ്റെ കേസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കുള്ള ഒരു ഇക്വേഷൻ ഓംസ് ലോ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്, V = IR എന്ന് പറയുന്ന ഇക്വേഷൻ. പക്ഷേ കപ്പാസിറ്ററിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ C = Q/V എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറുകളെ നമ്മൾ കണ്ടു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ജസ്റ്റ് ഒരു റിവ്യൂ എന്ന തരത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യനും എടുത്ത് സോൾവ് ചെയ്ത് കാണിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ വീഡിയോ തന്നെ ചെയ്യാൻ വേണ്ടി എൻ്റെ പിന്നിൽ കുറേ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ ഇതിൻ്റെ കുറച്ച് പാർട്ടായിട്ടെങ്കിലും കണ്ട് ഈ വീഡിയോ മുഴുവൻ കണ്ടു തീർത്തിരിക്കണം. ഒരു കുട്ടി ഒരു തവണയെങ്കിലും ഇത് കണ്ടു തീർത്താൽ ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയകൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് അവന് ഈസി ആയിട്ട് മനസ്സിലാവുകയും അതിനനുസരിച്ച് പഠിക്കാനും പറ്റും. മറ്റ് മോഡ്യൂളുകളുടെ വീഡിയോയും കൂടെ ഞാൻ ചെയ്യുന്നതിലൂടെ ബേസിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പാസ്സാവാൻ എന്ത് പഠിക്കണമെന്ന് എൻ്റെ ഈ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് പഠിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ പാസ്സാവുമെന്നല്ല ഞാൻ പറഞ്ഞത്. പാസ്സാവണമെങ്കിൽ നിങ്ങൾ പഠിക്കുക തന്നെ വേണം. പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കി പഠിക്കണം. ഏത് മേഖലയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് അറിഞ്ഞ് വേണം പഠിക്കാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. സൗണ്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൗണ്ടിൻ്റെ ക്ലാരിറ്റിയെ ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കണം. വീഡിയോ നന്നായി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം.